കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായിരുന്നു എസ് ഡി പി ഐ. എസ് ഡി പി ഐ അദൃശ്യമായ ഒരു ശക്തിയായി എൽ ഡി എഫിന് മുതൽക്കൂട്ടായി നിന്നു. നേമത്ത് എൽ ഡി എഫ് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് എസ് ഡി പി ഐയുടെ സഹായം കൊണ്ടാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ വൻ മാർജിനിൽ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിച്ചതിന് പിന്നിലും എസ് ഡി പി ഐയുടെ സഹായമുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ ബി എസ് ശിവകുമാറിനെ ആന്റണി രാജു അട്ടിമറിച്ചതിന് പിന്നിലും എസ് ഡി പി ഐ വോട്ടുണ്ട്. കേരളത്തിൽ 28 മണ്ഡലങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ 28 മണ്ഡലങ്ങളിൽ എസ് ഡി പി ഐക്ക് ജയപരാജയങ്ങൾ നിർണയിക്കാൻ കഴിയും. ഈ മണ്ഡലങ്ങളിൽ 5000-ഓളം വോട്ടുകൾ എസ് ഡി പി ഐക്ക് ഉണ്ട്. കായംകുളത്തും കളമശ്ശേരിയിലും പെരുമ്പാവൂരും കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും ഒക്കെ പൂഞ്ഞാറ് ഒക്കെ എസ് ഡി പി ഐയുടെ ശക്തി കേന്ദ്രമാണ്. പൂഞ്ഞാറിൽ എസ് ഡി പി ഐയുടെ ശക്തി എന്തെന്ന് കഴിഞ്ഞവണ പി സി ജോർജ് നന്നായി തിരിച്ചറിഞ്ഞു. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അവിടെ ജയിച്ചത് ഈരാറ്റുപേട്ട എന്ന എസ് ഡി പി ഐ കേന്ദ്രത്തിൻ്റെ വോട്ട് ബൾക്കായി വീണതുകൊണ്ടാണ്. പി സി ജോർജ് നടത്തിയ എസ് ഡി പി ഐ വിരുദ്ധ പരാമർശങ്ങൾ അദ്ദേഹത്തിന് തന്നെ വിനയാകുന്ന കാഴ്ചയും കണ്ടു. ഇത്തവണ എസ് ഡി പി ഐ വോട്ടുകൾ ആർക്ക് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. കഴിഞ്ഞ തവണ എൽ ഡി എഫിനാണ് ലഭിച്ചത്. ഇത്തവണ അത് യു ഡി എഫിന് ലഭിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. പക്ഷേ അതിലൊക്കെ ഉപരിയായി എസ് ഡി പി ഐ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത വന്നിരിക്കുന്നു. അത് ഇടിത്തിയായി മാറുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനുമാണ്. ഭാഗ്യമായി മാറുന്നത് ബി ജെ പിക്കും. മഞ്ചേശ്വരത്ത് എസ് ഡി പി ഐയുടെ ഏറ്റവും കരുത്തുള്ള മണ്ഡലമായ മഞ്ചേശ്വരത്ത് സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥി നിർത്താൻ എസ് ഡി പി ഐ തീരുമാനിച്ചിരിക്കുന്നു. ഈ തീരുമാനം ബി ജെ പിക്ക് ഗുണകരമായി മാറും. മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. കഴിഞ്ഞ തവണ 89 വോട്ടിനാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടത് മഞ്ചേശ്വരത്ത്. ഇത്തവണ എസ് ഡി പി ഐ അവിടെ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മഞ്ചേശ്വരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നില പരിതാപകരമായി മാറുന്നു. ചുരുക്കത്തിൽ മഞ്ചേശ്വരത്ത് താമര വിരിയാനുള്ള സാധ്യത കൂടുതലാണ് എസ് ഡി പി ഐയുടെ ഈ തീരുമാനം കാരണം. എസ് ഡി പി ഐ നേമത്തും സ്ഥാനാർത്ഥി നിർത്തും എന്ന വാർത്ത പുറത്തു വരുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ബി ജെ പിക്ക് ജയസാധ്യത കൂട്ടുകയും ചെയ്യും. ഇതുപോലെ പല മണ്ഡലങ്ങളിലും എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ ഇടത് വലത് മുന്നണികളെ അത് കാര്യമായി ബാധിക്കും. എസ് ഡി പി ഐ ശക്തമായ കേഡർ പാർട്ടിയാണ്. 5000 വോട്ടുണ്ടെങ്കിൽ ആ 5000 വോട്ടും പോൾ ചെയ്യിക്കാൻ അവർക്ക് നന്നായി അറിയാം. അവരെടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ പലപ്പോഴും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് എതിരായ അല്ലെങ്കിൽ സംഘപരിവാറിന് എതിരായ തീരുമാനങ്ങളാണ്. സംഘപരിവാറിനെതിരെ ശക്തമായ ഒരു നിലപാടാണ് എസ് ഡി പി ഐ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവർ കാണിക്കാൻ പോകുന്ന മണ്ടത്തരം കാരണം സംഘപരിവാറിന് 2 സീറ്റുകൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് 2 സീറ്റുകൾ ലഭിക്കാൻ പോവുകയാണ്. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവർ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. മഞ്ചേശ്വരത്ത് അവർക്ക് ഏകദേശം 25,000-ഓളം വോട്ടുണ്ട്. ആ വോട്ട് കഴിഞ്ഞ തവണ യു ഡി എഫിനാണ് വീണത്. നേമത്ത് അവർക്ക് 5000-ഓളം വോട്ടുണ്ട്. ആ വോട്ട് കഴിഞ്ഞ തവണ ശിവൻകുട്ടിക്കാണ് വീണത്. അങ്ങനെ നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് ശിവൻകുട്ടി അങ്ങ് പൂട്ടി. പക്ഷേ ഇപ്പോൾ എസ് ഡി പി ഐ എടുത്തിരിക്കുന്ന തീരുമാനം അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കുക എന്നതാണ്. ആ തീരുമാനം എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരുത്ത് കാട്ടാൻ സഹായകമാകുമെങ്കിലും ബി ജെ പിക്ക് വലിയ ഗുണകരമായി മാറും എന്നുള്ളതാണ് സത്യാവസ്ഥ. എസ് ഡി പി ഐ കാരണം ബി ജെ പിക്ക് 2 സീറ്റുകൾ ഉറപ്പായും കിട്ടുന്ന അവസ്ഥയാണ്, നേമത്തും മഞ്ചേശ്വരത്തും. കാരണം ഈ 2ഇടത്തും സ്ഥാനാർത്ഥി നിർത്തുമെന്നാണ് എസ് ഡി പി ഐ പറയുന്നത്. കളമശ്ശേരി, പെരുമ്പാവൂർ, പൂഞ്ഞാർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ അത് ബി ജെ പി എൻ ഡി എക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ.
ഇത് SDPI നേതൃത്വം മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി SDPI മാറിക്കഴിഞ്ഞു.